നമസ്തേ. വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ മൃതസഞ്ജീവിനി സൂക്തത്തിലെ 12ാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത്. സംകസുഖ എന്ന് പറയുന്നതാണ് ഋഷി. വളരെ രസകരമായൊരു പേരായിരിക്കും. സംകസുഖ ഋഷി എഴുതിയെടുക്കണം. സംകസുഖ ഋഷി. എന്താണ് ഛന്ദസ്? തൃഷ്ടുപ് ഛന്ദ. ദേവത എന്താ? യമഹ ദേവത. സ്വരം എന്താണ്? സ്വര ധൈവതസ്വര. ധൈവതസ്വര. അപ്പോൾ സംകസുഖ ഋഷി, തൃഷ്ടുപ് ഛന്ദ, യമഹ ദേവത, ധൈവതസ്വര. ഇനി നമുക്ക് നേരെ മന്ത്രത്തിലേക്കാണ് കിടക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതും യജുർവേദത്തിലെ മന്ത്രമാണ്. ഈ മന്ത്രം നമുക്ക് ഋഗ്വേദത്തിലുണ്ട്. പക്ഷേ ഈ മന്ത്രം യജുർവേദത്തിലെ 35ാമത്തെ അധ്യായത്തിലെ 7ാമതായിട്ടാണ് വരുന്നത്. നല്ലൊരു മന്ത്രമാണ്. നമുക്ക് ആ മന്ത്രം പതുക്കെ ഒന്ന് ചൊല്ലി നോക്കാം. ഓം പരം മൃത്യോ അനുപരേഹി പന്ഥാം യസ്തേ അന്യ ഇതരോ ദേവയാനാത് ചക്ഷുഷ്മതേ ശൃണ്വതേ തേ ബ്രവീമി മാ നഃ പ്രജാം രീരിഷോ മോദവീരാൻ. ഓം പരം മൃത്യോ അനുപരേഹി പന്ഥാം യസ്തേ അന്യ ഇതരോ ദേവയാനാത് ചക്ഷുഷ്മതേ ശൃണ്വതേ തേ ബ്രവീമി മാ നഃ പ്രജാം രീരിഷോ മോദവീരാൻ. ഒന്നും കൂടി ചൊല്ലാം. ഓം പരം മൃത്യോ അനുപരേഹി പന്ഥാം യസ്തേ അന്യ ഇതരോ ദേവയാനാത് ചക്ഷുഷ്മതേ ശൃണ്വതേ തേ ബ്രവീമി മാ നഃ പ്രജാം രീരിഷോ മോദവീരാൻ. അപ്പോൾ ഈ യജുർവേദ മന്ത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ, യജുർവേദ മന്ത്രമായതുകൊണ്ട് ഇതിന് കുറച്ചൊരു ദീർഘം കാണാം നമുക്ക്. ഈ മന്ത്രം ഋഗ്വേദത്തിലുണ്ട്. ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലെ 18ാം സൂക്തത്തിലെ ആദ്യ മന്ത്രമായിട്ടും ഇത് വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളത് എന്താന്ന് വെച്ചാൽ, അവിടെ യസ്തേ അന്യ ഇതരോ എന്ന് ഇവിടെ പറയുന്നതിന് പകരം ഋഗ്വേദത്തിൽ യസ്തേ സ്വ ഇതരോ എന്നാണ് പാഠഭേദം. വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ഈ ഋഗ്വേദത്തിൽ യജുർവേദത്തിൽ ഞാൻ ചൊല്ലിയ മന്ത്രം ഏതിലുണ്ട്? ഋഗ്വേദത്തിലും വരുന്നുണ്ട്. പക്ഷേ ഋഗ്വേദത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ യസ്തേ അന്യ ഇതരോ എന്നതിന് പകരം ഋഗ്വേദത്തിലെ യസ്തേ സ്വ ഇതരോ എന്നാണ് വരുന്നത്. അപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നമ്മൾ ഈ മരണത്തെക്കുറിച്ചാണല്ലോ, മൃതസഞ്ജീവനിയാണല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മൃത്യോ, അല്ലയോ മരണമേ, അല്ലയോ മരണമേ, ഇവിടെ നിന്നും പരം പന്ഥാം അനു പരം പന്ഥാം അനു ദൂരെയുള്ള മാർഗം ലക്ഷ്യമാക്കി പരേഹി ദൂരേക്ക് പോയാലും. ഇവിടെ മരണം വരണ്ട, നീ ഇങ്ങോട്ട് വരണ്ട. അല്ലയോ മരണമേ, ഇവിടെ നിന്നും പരം പന്ഥാം അനു ദൂരെയുള്ള മാർഗം ലക്ഷ്യമാക്കി പരേഹി ദൂരേക്ക് പോയാലും. ദൂരേക്ക് പോയാലും നമ്മളൊക്കെ പറയേണ്ട ഒരു മന്ത്രമാണ്. മൃത്യോ, അല്ലയോ മരണമേ. മരണത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു മനോഹരമായ കവിത ഇതിനകത്തുണ്ട് കേട്ടോ. പരം പന്ഥാമനു ദൂരെയുള്ള മാർഗം ലക്ഷ്യമാക്കി പരേഹി ദൂരേക്ക് പോയാലും ദേവയാനാത് ഇതരഹ ദേവന്മാരുടെ ദിവ്യഗുണശാലികളുടെ മാർഗത്തിൽ നിന്നും ഭിന്നമായ ദേവയാനാത് ഇതരഹ ദേവന്മാരുടെ അഥവാ ദിവ്യഗുണശാലികളുടെ മാർഗത്തിൽ നിന്നും അന്യമായ തേ നിന്റെ യഹ അന്യഹ യാതൊരു അന്യമാർഗമാണോ ഉള്ളത്, യാതൊരു അന്യമാർഗമാണോ ഉള്ളത് അവിടേക്ക് ചക്ഷുഷ്മതേ ശൃണ്വതേ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദിവ്യഗുണശാലികളായ ആളുകളുടെ മാർഗത്തിൽ നിന്നും
ഭിന്നമായ നിന്റെ ഏതൊരു അന്യമാർഗമാണോ ഉള്ളത് അവിടേക്ക് യഹ അന്യഹ ചക്ഷുഷ്മതേ ശൃണ്വതേ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന തേ ബ്രവീമി നിന്നോടായി ഞാൻ പറയുകയാണ്, തേ ബ്രവീമി നിന്നോടായി ഞാൻ പറയുകയാണ്, നഹഫ് പ്രജാൻ ഞങ്ങളുടെ പ്രജകളെ മാരീരിഷഹ ഹിംസിക്കാതിരുന്നാലും, കൂടാതെ വീരാൻ ഞങ്ങളുടെ വീരന്മാരെയും മാ ഹിംസിക്കാതിരുന്നാലും മാ എന്ന് പറഞ്ഞാൽ ഹിംസിക്കാതിരുന്നാലും നിറത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ്? ഓം പരം മൃത്യോ അനുപരേഹി പന്ഥാം യസ്തേ അന്യഹിതരോ ദേവയാനാത് ചക്ഷുഷ്മതേ ശൃണ്വതേ തേ ബ്രവീമി മാ നഹ പ്രജാം രീരിഷോ മോദവീരാൻ. അപ്പോൾ ഈ മന്ത്രം ഞാൻ പറഞ്ഞു ഋഗ്വേദത്തിലുണ്ട്. പക്ഷേ ഋഗ്വേദത്തിൽ ഒരു പാഠഭേദമുണ്ട്. ഋഗ്വേദത്തിൽ അത് 10-ാം മണ്ഡലത്തിൽ 18-ാമത്തെ സൂക്തത്തിലെ ആദ്യ മന്ത്രമായിട്ടാണ് വരുന്നത്. യസ്തേ അന്യ ഇതരോ എന്നതിന് പകരം യസ്തേ സ്വ ഇതരോ എന്നാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലൂടെ ഒന്നുകൂടി പതുക്കെ പോയി നോക്കാം. മൃത്യോ അല്ലയോ മരണമേ, ഇവിടെ നിന്നും പരംപന്ഥാമനു ദൂരെയുള്ള മാർഗം ലക്ഷ്യമാക്കിയിട്ട് പരൈഹി ദൂരേക്ക് പോയാലും ദേവയാനാത് ഇതരഹ ദേവന്മാരുടെ ദിവ്യഗുണശാലികളുടെ മാർഗത്തിൽ നിന്നും ഭിന്നമായ തേ നിന്റെ യ അന്യഹ ഏതൊരു അന്യമാർഗമാണോ ഉള്ളത് അവിടേക്ക് ചക്ഷുഷ്മതേ ശൃണ്വതേ എന്നെ കാണുകയും എന്നെ കേൾക്കുകയും ചെയ്യുന്ന തേ ബ്രവീമി നിന്നോടായി ഞാൻ പറയുകയാണ്, നഹഫ് പ്രജാൻ ഞങ്ങളുടെ പ്രജകളെ മാരീരിഷ ഹിംസിക്കാതിരുന്നാലും കൂടാതെ വീരാൻ ഞങ്ങളുടെ വീരന്മാരെയും മാ ഹിംസിക്കാതിരുന്നാലും എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ ഈ 12-ാമത്തെ മന്ത്രം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ഈ വേദപുഷ്പത്തിലെ ഈ മൃതസഞ്ജീവരി സൂക്തം നന്നായി പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതൊക്കെ എഴുതിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ യൂട്യൂബിൽ നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടിത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അവരെ കൊണ്ട് നിങ്ങളിത് എന്ത് ചെയ്യുക, വീണ്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഇത് മറ്റുള്ളവരിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ശ്രമിക്കുക. കാരണം ഇതൊക്കെ ഈ അപൂർവമായിട്ടാണ് ഇത്തരം സൂക്തങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ വരുന്നത്. അപ്പോൾ അനേകം കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലുണ്ട്. പക്ഷേ ഇവിടെ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വളരെ പോസിറ്റീവായ നമ്മൾ കൺസ്ട്രക്റ്റീവായ ഒരു പഠന പദ്ധതിയിലാണ് ഹിന്ദു സമൂഹം ഇടപെടേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിത് പഠിക്കണം. നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ആത്മനമസ്കാരം. ഓം